ബി കെ സുഹൈൽ കൂടി നമ്മോടൊപ്പം ഉണ്ട്. സുഹൈൽ, ഇതിപ്പോൾ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഇതെത്ര അപകടകരമായ ഒരു മാറ്റമാണ്. ഇതിപ്പോൾ അതിൻ്റെ റിട്ടാലിയേഷനും അതേ രീതിയിലായിരിക്കുമല്ലോ. അപ്പോൾ യുദ്ധത്തിൻ്റെ പുതിയൊരു ഗതിമാറ്റം അത് യുദ്ധം കുറെ കൂടി വികസിക്കുന്നതിനുള്ള സൂചനയാണോ നൽകുന്നത്? സൈഫുദ്ദീൻ, തീർച്ചയായും ഇറാനിലെ നതാൻസ് ന്യൂക്ലിയർ സൈറ്റിന് നേരെയുള്ള ഇസ്രായേലിന്റെ ആക്രമണത്തിന്റെ പ്രതികാരമായാണ് അതേ നാണയത്തിൽ ഇറാൻ ഇസ്രായേലിനെതിരെ തിരിച്ചടിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ യുദ്ധത്തിലെ ഇസ്രായേലിന്റെ ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇറാനിലുള്ള ന്യൂക്ലിയർ ആയുധങ്ങൾ തകർക്കുക എന്നുള്ളതാണ്. ആ തകർച്ചയ്ക്ക് ഏറ്റവും പ്രധാനം നത്താൻസ് തന്നെയാണ്. അവിടേക്ക് ആക്രമണം നടത്തിയിരിക്കുന്നത്. പക്ഷെ ഏറ്റവും നിർണായകമായ കാര്യം, നത്താൻസിൽ ഈ ബോംബ് വീണ അതേ സമയത്ത് തന്നെ തിരിച്ചടിക്കാൻ സാധിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, അത് ഡിമോണയിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂക്ലിയർ ആയുധങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നു എന്ന് വിചാരിക്കുന്ന സ്ഥലമാണ് ഡിമോണ. അവിടെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയെന്ന് മാത്രമല്ല, ഇസ്രായേലിന്റെ എയർ ഡിഫൻസ് സിസ്റ്റം പൂർണ്ണമായും അത് തകർന്ന് പോയി എന്നുള്ളതിന്റെ സൂചനയാണ് അവിടെ നിന്നുള്ള കാഴ്ചകൾ. കാരണം രണ്ട് നഗരങ്ങളിൽ, അറാദിലും അതേപോലെ തന്നെ ഡിമോണയിലും ബാലിസ്റ്റിക് മിസൈലുകൾ എത്തുന്നു. അവിടെ നൂറുകണക്കിന് പേർക്ക് പരിക്കേൽക്കുന്നു. ഡസൻ കണക്കിന് കെട്ടിടങ്ങൾ തകർന്നടിയുന്നു. ഡിമോണയിലെ ന്യൂക്ലിയർ സൈറ്റിനടുത്താണ് ഈ ആക്രമണം എത്തിയത് എന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ പറയുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ ഒരു ആക്രമണത്തിന്റെ ഗതി മാറുകയാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഏറ്റവും പ്രമുഖരായ നിരവധി ആളുകളെ, ഇറാന്റെ പരമോന്നത നേതാവ് അടക്കം അലി ലാരിജാനി അടക്കമുള്ള പ്രമുഖരായ നേതാക്കളെ വധിച്ചിട്ടും ഇറാന്റെ പ്രത്യാക്രമണത്തിനോ അവരുടെ കൃത്യതക്കോ ഒരു തരത്തിലുള്ള ഒരു തളർച്ചയും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ വാർത്ത. കുറെ കാലം നമ്മുടെ ഈ യുദ്ധം ആരംഭിച്ചിട്ട് നാലാഴ്ച പിന്നിടുന്ന ഈ ഘട്ടത്തിൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ വാർത്ത എന്ന് പറയുന്നത് ഇസ്രായേൽ വിറച്ചു എന്നുള്ളത് തന്നെയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ആദ്യമായി നമുക്ക് ഏറ്റവും സങ്കടകരവും അതേപോലെ തന്നെ ദുഷ്കരവുമായ ഒരു ഈവനിങ് കടന്നുപോയി എന്ന് നെതന്യാഹുവിനെ കൊണ്ട് പറയിപ്പിക്കുന്ന തരത്തിലേക്ക് ഇറാന്റെ പ്രത്യാക്രമണം വളർന്നിരിക്കുന്നു. അപ്പോൾ ഇറാൻ ഇനിയും തിരിച്ചടിക്കാനുള്ള ശേഷിയുണ്ട് എന്ന് തെളിയിക്കുന്നതായിരുന്നു ഇന്നലത്തെ ആക്രമണം. ഇനി സ്വാഭാവികമായും ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന് മാത്രമേ താല്പര്യമുള്ളൂ എന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എങ്ങനെയെങ്കിലും ഇതിൽ നിന്നും തലയൂരാനാണ് ശ്രമിക്കുന്നത് എന്നുമുള്ള റിപ്പോർട്ടുകൾ അമേരിക്കയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ട്രംപിന്റെ ഒരു പ്രസ്താവന, അടുത്ത 48 മണിക്കൂറിനുള്ളിൽ ഹോർമൂസ് തുറക്കാത്ത പക്ഷം ഇറാനിലെ പവർ പ്ലാന്റുകൾ മുഴുവൻ തകർക്കും എന്നടക്കമുള്ള ഭീഷണികൾ വരുന്നത് ഏതെങ്കിലും തരത്തിൽ ഈ യുദ്ധത്തിൽ നിന്ന് ഇറാനെ കൂടി പിന്തിരിപ്പിക്കുക, അങ്ങനെ ഒരു സമവായത്തിലേക്ക് എത്തിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷെ അതിന് തൽക്കാലം വഴങ്ങേണ്ടതില്ല എന്ന് തന്നെയാണ് ഇറാൻ മുന്നോട്ട് വെക്കുന്നത്. ഇറാൻ ഈ വിഷയത്തിൽ യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ 2-3 നിബന്ധനകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒന്ന്, ഇതുവരെ ഉണ്ടായ നാശനഷ്ടങ്ങൾക്ക് പരിഹാരം നൽകണം. ഇറാന്റെ പരമാധികാരത്തെ അംഗീകരിക്കണം. അതേപോലെ തന്നെ ഇനിയൊരു ആക്രമണം ഉണ്ടാകില്ല എന്നുള്ളതിന് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും മാത്രമല്ല ഒരു അന്താരാഷ്ട്ര ഗ്യാരണ്ടി വേണം എന്നീ 3 നിബന്ധനകളാണ് ഇറാൻ മുന്നോട്ട് വെക്കുന്നത്. ആ നിബന്ധനകൾ അംഗീകരിച്ചുകൊണ്ട് യുദ്ധം നിർത്തുക എന്ന് പറയാൻ അതിന് ഡൊണാൾഡ് ട്രംപ് ഞാൻ തിരികെ വരാം. ഇപ്പോൾ ഡോക്ടർ മോഹൻ വർഗീസ് നമ്മോടൊപ്പം ചേരുന്നു. ഡോക്ടർ മോഹൻ വർഗീസ്, ഒരുപക്ഷെ യുദ്ധം തുടങ്ങി 23 ദിവസം പിന്നിടുന്നതിനിടയിൽ ഏറ്റവും അപകടകരമായ ഒരു ഗതിമാറ്റം യുദ്ധത്തിന് സംഭവിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇന്നലെ ഇസ്രായേലിനെ ഞെട്ടിച്ചുകൊണ്ട്, അമേരിക്കയെ ഞെട്ടിച്ചുകൊണ്ട് ഇസ്രായേലിലെ ആണവ കേന്ദ്രങ്ങൾക്കരികെ എന്ന് വെച്ചാൽ നദാൻസിലും ഡിമോണയിലും വരെ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ എത്തുന്നു. കടന്നുപോയത് ഏറ്റവും ഭീതിതമായ രാത്രിയായിരുന്നുവെന്ന് നെതന്യാഹുവിന് തന്നെ പറയേണ്ടി വരുന്നു. ഒപ്പം തന്നെ അതിന്റെ പ്രത്യാക്രമണം ഇറാനിലേക്ക് വരുന്നു. അപ്പൊ ഈ ഗതിമാറ്റത്തെ അങ്ങെങ്ങനെയാണ് കാണുന്നത്? നിർണായകമായ ഒരു ഗതിമാറ്റം കഴിഞ്ഞ രാത്രിയിൽ സംഭവിച്ചിരിക്കുന്നു യുദ്ധത്തിന് എന്ന് കൃത്യമായി പറയാവുന്ന വിവരങ്ങളാണ് ഇസ്രായേലിനുള്ളിൽ നിന്ന് വരുന്നത്. ഡിമോണ ആണവ നിലയം, ഇസ്രായേലിന്റെ തെക്കുഭാഗത്തുള്ള നെജീവ് മരുഭൂമിയുടെ മധ്യത്തിലാണ് ഈ ഡിമോണ ആണവ നിലയം. അതിനടുത്തുള്ള അറാദ് എന്ന് പറയുന്ന ടൗൺഷിപ്പ്, ഡിമോണ എന്ന ടൗൺഷിപ്പും അറാദ് എന്ന ടൗൺഷിപ്പും, ഈ 2 നഗരങ്ങൾ അതെല്ലാം ആണവ കേന്ദ്രങ്ങളാണ്. ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട ആണവ ഗവേഷണങ്ങൾ ഇസ്രായേലിൽ നടക്കുന്ന സ്ഥലങ്ങളാണ്. ഈ 2 സ്ഥലങ്ങളും കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ള സ്ഥലവുമാണ്. ഏറിയൽ ഡിഫൻസ് സിസ്റ്റം വളരെ കാര്യക്ഷമമായി പ്രവർത്തിച്ചിരുന്ന ഇടങ്ങളുമാണ്. പക്ഷേ എല്ലാ അയൺ ഡോമിന്റെ എല്ലാ പ്രതിരോധത്തെയും, ഡേവിഡ് സ്ലിങ്ങിനെയും ആരോ സിസ്റ്റത്തെയും എല്ലാം ഭേദിച്ചുകൊണ്ട് ഇറാന്റെ മിസൈലുകൾ കഴിഞ്ഞ രാത്രി വലിയ നാശനഷ്ടമാണ് ഡിമോണ പ്ലാന്റിന്റെ സമീപ പ്രദേശങ്ങളിലും അതുപോലെ അറാദിലും സംഭവിച്ചത്. ഒരു 100-ലധികം പേര് പരിക്കേറ്റതായി റിപ്പോർട്ടുകളുണ്ട്. അത് മാത്രമല്ല വലിയ നാശനഷ്ടങ്ങളാണ്. തകർന്ന കെട്ടിടങ്ങൾ, അതിന്റെ അവശിഷ്ടങ്ങൾ, ഇതെല്ലാം നൽകുന്ന സൂചന
നാളിതുവരെ ഇസ്രായേലിൽ നടന്ന ഇറാനിയൻ ആക്രമണങ്ങളിൽ ഏറ്റവും കൃത്യതയുള്ളതും ഏറ്റവും നാശനഷ്ടം ഉണ്ടാക്കിയതുമായ ആക്രമണമായി ഇതിനെ ഇപ്പോൾ കാണുന്നു. അതുകൊണ്ടാണ് യുദ്ധത്തിന്റെ ഗതി തിരിയുന്നു എന്നൊരു സംശയം പലർക്കും തോന്നുന്നു. പൂർണ്ണമായി തിരിയുന്നു എന്ന അർത്ഥത്തിലല്ല, ഇറാന്റെ മിസൈൽ ശേഖരം ഏതാണ്ട് പൂർണ്ണമായി നശിപ്പിച്ചു കഴിഞ്ഞു. ഇറാന്റെ പ്രഹരശേഷി ഇനി മുൻപത്തേതുപോലെ ഉണ്ടാവില്ല എന്ന സംസാരമാണ് ഇന്നലെ ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതുകൊണ്ട് തങ്ങൾ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു, ഗൗരവമായി ആലോചിക്കുന്നു. തങ്ങളുടെ ലക്ഷ്യങ്ങൾ പൂർത്തിയായ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി യുദ്ധം തുടരേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നു. വേറിട്ട സ്വരത്തിൽ നെതന്യാഹു സംസാരിക്കുന്നു. കാരണം ഒരുപക്ഷെ ഇറാന്റെ സമ്പൂർണമായ നാശം എന്നത് മാത്രമാണ് ഇസ്രയേലിന്റെ മുൻപിലെ പ്രധാനപ്പെട്ട അജണ്ട. ഒരുപക്ഷെ നെതന്യാഹു യുദ്ധം തുടരാൻ ആഗ്രഹിക്കുകയും അമേരിക്കൻ പ്രസിഡന്റ് യുദ്ധം മെല്ലപ്പോക്കിലേക്ക് വരികയും അവസാനിപ്പിക്കുകയും ചെയ്യുക എന്ന ഒരു ചിന്തയിൽ കൂടെ വരുമ്പോഴാണ് അതിശക്തമായി ആക്രമണം ഉണ്ടാകുന്നത്. ഇറാന്റെ ഉള്ളിൽ നഥാൻസ് നിലയത്തിൽ 3-ാം തവണയും ആക്രമണം നടന്നിരിക്കുന്നു. 2015 ജൂൺ മാസം അവിടെ കഠിനമായ ആക്രമണം നടന്നു. നഥാൻസിലും ഫർദോയിലും ഇസ്ഫഹാനിലും ഒക്കെയുള്ള ഇറാനിയൻ ആണവ നിലയങ്ങൾ ആക്രമിക്കപ്പെട്ടു. അന്ന് കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായതായി തന്നെ റിപ്പോർട്ടാണ്. പക്ഷേ ആണവ വികിരണം ഉണ്ടായതായി റിപ്പോർട്ടുകളില്ല. വളരെ അടിയിൽ, ഭൂമിക്ക് വളരെ അടിയിൽ സുരക്ഷിതമായി ഫിസൈൽ മെറ്റീരിയൽ, സമ്പുഷ്ടീകരിച്ച യുറേനിയം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നാണ് ഇറാൻ ഇപ്പോൾ പറയുന്നത്. പക്ഷെ അവിടേക്ക് തന്നെ നഥാൻസിലേക്ക് കഴിഞ്ഞ ആഴ്ചയും ആക്രമണം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം വീണ്ടും ആക്രമണം നടന്നു. ഒരുപക്ഷെ അതിനുള്ള മറുപടി എന്ന നിലയിൽ കൂടിയായിരിക്കണം ഇറാൻ ഇസ്രായേലിന്റെ ആണവ നിലയങ്ങളിലേക്ക് ആക്രമണം നടത്തിയിരിക്കുന്നത്. നോക്കൂ, ഇസ്രായേൽ ചെറിയൊരു രാജ്യമാണ്, വലിയ ജനസംഖ്യയുള്ള രാജ്യമല്ല. ഏതാണ്ട് 1 കോടിയിൽ താഴെ മാത്രം ജനസംഖ്യയുള്ള രാജ്യമാണ്. ഭൂവിസ്തൃതിയും വളരെ ചെറുതാണ്. അവിടെ ഏതാണ്ട് ബർഷേബ നഗരത്തിന്റെ തെക്കുള്ള നഗരമാണ് ബർഷേബ നഗരത്തിൽ നിന്നും 30 കിലോമീറ്റർ തെക്കുമാറിയാണ് ഇപ്പോൾ ആക്രമണ വിധേയമായിരിക്കുന്ന ഡെമോണ നഗരം സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ ഒരു ആണവ വികിരണം അവിടെ ഉണ്ടായി കഴിഞ്ഞാൽ സംഭവിക്കാവുന്നത് വലിയ നാശനഷ്ടമാണ്. ഇസ്രായേൽ എന്ന രാജ്യം, ചുറ്റുപാടുമുള്ള മേഖല, ജോർദാന്റെ മേഖല, സൗദി അറേബ്യയുടെ മേഖലയൊക്കെ തന്നെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. അതുകൊണ്ട് ഒരു ആണവ വികിരണത്തിലേക്ക് പോകാത്ത രീതിയിൽ യുദ്ധം ക്രമീകരിച്ച് നിർത്തേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇറാന്റെ പ്രഹരശേഷിയെ പൂർണ്ണമായി അവസാനിപ്പിച്ചു എന്ന ക്ലെയിം മാറ്റി നിർത്തിക്കൊണ്ട് സമവായത്തിന്റെ രീതിയിലേക്ക് ലോകം നീങ്ങാനുള്ള സാഹചര്യം ഒരുങ്ങണം. അമേരിക്ക ആ പ്രദേശത്തെ ഇടപെടലുകളുടെ തോത് കുറച്ചുകൊണ്ട് 3 പ്രധാനപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണുള്ളത്. 1 ഗൾഫ് GCC മേഖലയിലെ രാജ്യങ്ങൾ, 2 ഇറാൻ, 3 ഇസ്രായേൽ. ഈ 3 രാജ്യങ്ങൾ, 3 മേഖലകളും, അതായത് GCC രാജ്യങ്ങൾ ഒറ്റക്കെട്ടായും ഇറാൻ മറുവശത്തും ഇസ്രായേൽ മറുവശത്തുമായി സമാധാനത്തിന്റെ ആണവ പദ്ധതികൾ, ഇറാന്റെ ആണവ പദ്ധതികളും ഇസ്രായേലിന്റെ ആണവ പദ്ധതിയും ഒരുപോലെ തന്നെ വിനാശകരികളാണ് ആ പ്രദേശത്ത്. ഇത് രണ്ടും എങ്ങനെ ചുരുക്കിക്കൊണ്ടുവരാം എന്നതിനെ കുറിച്ച് മീനിങ് ഉറപ്പുകൾ നൽകുകയും പരസ്പരം യുദ്ധമില്ല കരാറുകളിൽ ഏർപ്പെടാൻ കഴിയുകയും ചെയ്യുകയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ അടിസ്ഥാനപരമായ വിഷയം അവിടെ അവശേഷിക്കുന്നു. അത് പലസ്തീൻ വിഷയമാണ്.